ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ മാച്ചിൽ തന്നെ മുംബൈ ഇന്ത്യൻസ് തോറ്റിരിക്കുകയാണ്. സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ വിമർശനമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ സീസണിലെ പോലെ വീണ്ടും മുംബൈ ഇന്ത്യൻസ് മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് ടീം മാനേജ്മെന്റ് മുംബൈ ഇന്ത്യൻസിൽ ക്യാപ്റ്റൻസി മാറ്റം കൊണ്ടുവരികയാണ്. സൂര്യകുമാർ ഇനി മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കില്ല. ഹാർദിക് പാണ്ഡ്യയെയും ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാനാണ് അവരുടെ പദ്ധതി. പകരം രോഹിത് ശർമ്മയെ തിരിച്ചു കൊണ്ടുവരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. രോഹിത് വീണ്ടും ക്യാപ്റ്റനായാൽ മുംബൈ ടീം പഴയതുപോലെ തന്നെ വീണ്ടും ശക്തി പ്രാപിക്കും. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSK ടീമിനെതിരെ ഇപ്പോൾ വലിയ ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ CSK വിജയിച്ചിട്ടുണ്ടായിരുന്നു. സ്പിൻ കെണിയിലാണ് മുംബൈ ടീമിനെ CSK വീഴ്ത്തിയത്. ഇപ്പോഴത്തെ CSK പന്ത് ചുരണ്ടിയെന്ന ആരോപണമാണ് വന്നിരിക്കുന്നത്. ഗലീൽ അഹമ്മദാണ് പന്ത് ചുരണ്ടിയതെന്നാണ് അവർ പറയുന്നത്. ഋതുരാജ് ഗേക്വാദ് ഗലീൽ അഹമ്മദിന്റെ അടുത്തേക്ക് വരികയും എന്തോ കൈമാറുകയും ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം വേഗത്തിൽ ഇരുവശത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയും പന്തിൽ ഗലീൽ അഹമ്മദ് ഉരിക്കുന്നത് പോലെ എന്തോ ചെയ്യുന്നുമുണ്ട്. ശേഷം ഗലീല് ഋതുരാജിന്റെ കയ്യിലേക്ക് എന്തോ നൽകി. ഋതുരാജ് അത് കീശയിലിട്ട് പോവുകയും ചെയ്തു. ഇതാണ് വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗലീൽ അഹമ്മദ് പന്ത് ചുരണ്ടിയെന്ന ആരോപണമാണ് വന്നിരിക്കുന്നത്. BCCI ഇതിനെതിരെ അന്വേഷണം ആരംഭിച്ചേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ മാച്ചിൽ തന്നെ രാജസ്ഥാൻ നാണം കെട്ട് തോറ്റിട്ടുണ്ടായിരുന്നു. SRH മികച്ച റൺസാണ് നേടിയിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാന്റെ ബൗളിംഗില് കുന്തമുനിയായ ആർച്ചർക്ക് നല്ല രീതിയിൽ അടികിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് തോൽവിക്ക് കാരണം. ഇപ്പോഴത്തെ രാജസ്ഥാൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. 2 പുതിയ താരങ്ങൾ ഇപ്പോൾ രാജസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത രാജസ്ഥാൻ മാച്ച് കൊൽക്കത്തയുമായിട്ടാണ്. ഈ മാച്ചിൽ 2 പുതിയ താരങ്ങളാണ് ടീമിലെത്തുന്നത്. ആർച്ചറെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയാണ്. പകരം ആകാശ് മധോളിനെയാണ് ഇറക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫറൂഖിയെ മാറ്റി ഖ്വാന മഫഗയാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. 2 പുതിയ താരങ്ങൾ വരുമ്പോൾ രാജസ്ഥാൻ ടീം അടിമുടി മാറും. സഞ്ജുവിനെ അടുത്ത മാച്ചിലും ക്യാപ്റ്റൻസിക്ക് ഇറങ്ങാൻ സാധിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പരാഗ് ക്യാപ്റ്റൻസിയിൽ പരാജയമായിരുന്നു. സഞ്ജു വരാതെ ഇനി രാജസ്ഥാന് രക്ഷയില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.